ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഗോതമ്പ് പൊടി കൊണ്ട് നമുക്കൊരു ദോശ ഉണ്ടാക്കാം. സാധാരണ ദോശ ഉണ്ടാക്കുന്നത് പോലെയല്ല, കുറച്ചും കൂടി നല്ല രീതിയിൽ ടേസ്റ്റിയായി ഹെൽത്തി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ ഇതിന് കൂട്ടാൻ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ ഇത് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടമാകും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. ഞാൻ 1 കപ്പ് നിറച്ച് ഗോതമ്പ് മാവ് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ തക്കാളിയും അതേപോലെ ഉള്ളിയും ചെറുതായിട്ട് അരിയണം. പച്ചമുളകും ഈ ഒരു സൈസിൽ അരിയണം. ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുക്കണം. കറിവേപ്പില ഞാൻ ഇതുപോലെ കുഞ്ഞതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കടലപ്പരിപ്പ് ഉഴുന്നുമാണ് കേട്ടോ. അതൊരു കുറച്ച് വേണം, കുറച്ച് മതി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇനി കുറച്ച് മല്ലിയിലയും കൂടി എടുത്ത് വെച്ചോളൂ കേട്ടോ, അത് ലാസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ ഗോതമ്പ് പൊടിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ദോശയ്ക്ക് പരുവത്തിരുന്ന പോലെ കലക്കി എടുക്കണം. ഒട്ടും കട്ടകളില്ലാതെ കലക്കി എടുക്കണം കേട്ടോ. കട്ടയൊന്നും ഇല്ലാത്തപ്പോൾ ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാട്ടോ, നല്ലപോലെ ലൂസാക്കിയാണ് ഞാൻ എടുത്തേക്കുന്നത്. നമ്മൾ ദോശയൊക്കെ ചുടുമ്പോൾ നമ്മൾ ചെയ്യത്തില്ലേ, ആ രീതിയിൽ തന്നെയാണ് ഇതാക്കിയെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുക. ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഓയിലോ ഏതാ നിങ്ങൾക്ക് ഇഷ്ടം അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഉഴുന്നും കടലപ്പരിപ്പും, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു ബ്രൗൺ കളറായി വരുന്നോടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ മൂത്ത് വരണം. നല്ല രീതിയിൽ ഇതായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയുണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സവാള ഒന്ന് വാടുന്നോടം വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇളക്കി 1 മിനിറ്റ് ഇളക്കി ഇങ്ങെടുക്കണം. തക്കാളി വെന്തുടഞ്ഞു പോകരുത്, ജസ്റ്റ് ഇളക്കി ഇങ്ങെടുത്താൽ മതി. കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വെക്കാം. നേരത്തെ കലക്കി വെച്ചിരുന്ന മാവിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. മാവിലേക്ക് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ മാവ് നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഫ്രൈയിങ് പാനിലേക്ക് ഞാൻ എണ്ണ തൂത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് അടിഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മെല്ലെ മറിച്ചിട്ട് കൊടുക്കാം. നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാം. കണ്ടോ, നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഈ ഒരു രീതി എത്തുമ്പോൾ നമുക്ക് വാങ്ങിക്കാം. ഇപ്പം കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. വളരെ ഈസിയാണ്, ടേസ്റ്റിയാണ്. നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ ഒരു പാകം മാത്രം കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ലോ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ മാറ്റി മാറ്റി വെച്ച് കുക്ക് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.